എൻ്റെ പേര് നിവേദിത. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. ഡിഗ്രിക്ക് ശേഷം വേറെ എന്ത് കോഴ്സ് ചെയ്യണമെന്ന് കൺഫ്യൂഷനായ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഡാറ്റ സയൻസിനെ പറ്റി അറിയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് എഡിയൂർ തന്നെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഓൾറെഡി പ്ലേസ്ഡും ആയിരുന്നു. സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും സെൽഫ് സ്റ്റഡീസ് ആയിരുന്നു. ഓരോ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് തരുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്തു നോക്കിയിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെന്ററിനെ വിളിച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. സാധാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പോലെ തന്നെ ഒരു സ്റ്റുഡൻറ് സാർ അങ്ങനെ ഒരു സിസ്റ്റം അല്ലായിരുന്നു ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാറുമായിട്ടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഡൗട്ടൊക്കെ വളരെ പേടിയൊന്നുമില്ലാതെ പരിഭവമൊന്നുമില്ലാതെ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നു. TCS പോലുള്ള MNCകളിലെ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഹാർഡാണെന്ന് നമുക്കറിയാം. അപ്പം അതിൽ തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത് എഡ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ മാസം നടത്തിയിരുന്ന മോക്ക് ഇന്റർവ്യൂ സെഷൻസ് ആയിരുന്നു. മോക്ക് ഇന്റർവ്യൂ സെഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആപ്റ്റിറ്റ്യൂഡ്, മെഷീൻ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇന്റർവ്യൂ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ മാസം ഇതിന്റെ ഇവാലുവേഷൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് എവിടെ മെച്ചപ്പെടുത്തണം, എന്തുമാത്രം മെച്ചപ്പെടുത്തണമെന്നുണ്ട് എന്നൊരു അവയർനെസ് കുട്ടികൾക്ക് കിട്ടിയിരുന്നു. TCSന്റെ ഫസ്റ്റ് വോക്കിൻ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ എന്തുമാത്രം ഇവിടുത്തെ മോക്ക് ഇന്റർവ്യൂസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിലൂടെ അറിയാൻ പറ്റും. ഷറാണ സാറായിരുന്നു എൻ്റെ മെന്റർ. സാറിന്റെ എക്സാമിന്റെ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. പോരാതെ തന്നെ നവ്യ മിസ്സും സൈറ സാറും എൻ്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് CV പ്രിപ്പയർ ചെയ്യാനും തന്നെ പിന്നെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഡ്രസ് കോഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡീസിനൊക്കെ പുറമേ തന്നെ നമുക്ക് ഒരുപാട് കൾച്ചറൽ ഈവൻറ്റ്സും സ്പോർട്സ് ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റഡീസിനൊക്കെ ഇടയിൽ തന്നെ ഒരു റിലാക്സേഷൻ പോലത്തെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാറുമാരും കുട്ടികളുമായിട്ട് തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ സ്ട്രോങ് ആവാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.